നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ 10ാം ക്ലാസ്സിൻ്റെ വോളിയം 2 ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഥവാ തിയറി ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാനാണ് പോകുന്നത്. ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മോഡൽ IT എക്സാമും ഫൈനൽ SLC IT എക്സാമും വരാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് താങ്കൾ പഠിച്ചതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? വിച്ച് ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ സ്കൈ ഒബ്സർവേഷൻ? ഓപ്ഷൻസ്: സൺക്ലോക്ക്, സ്റ്റെല്ലേറിയം, പെറ്റ് ആൻഡ് കാൽഷ്യം. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം അറിയുന്നുണ്ടാവും. സൺക്ലോക്ക് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ് ടെക്സ്റ്റിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 10ാം ക്ലാസ് ടെക്സ്റ്റിലില്ല. ഫെറ്റും കാൽഷ്യവും ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതല്ല എന്നുള്ളതും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. കാൽഷ്യം രസതന്ത്രവുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും അതിലെ പ്രവർത്തനങ്ങളും 9ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അപ്പോൾ ഉത്തരം വരുന്നത് ബി, സ്റ്റെല്ലേറിയം. 2ാമത്തെ ചോദ്യം. സ്റ്റെല്ലേറിയത്തിൽ നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കാനുള്ള ജാലകം ഏത്? വിച്ച് വിൻഡോ സെറ്റ്സ് ദ ഒബ്സർവേഷൻ ലൊക്കേഷൻ ഇൻ സ്റ്റെല്ലേറിയം? നമുക്കൊരു പ്രത്യേക പ്രദേശത്തിൻ്റെ ആകാശമാണ് ആവശ്യമുള്ളതെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ഓപ്ഷൻ എ ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ, ഓപ്ഷൻ ബി സെർച്ച് വിൻഡോ, ഓപ്ഷൻ സി ലൊക്കേഷൻ വിൻഡോ, ഓപ്ഷൻ ഡി വ്യൂ വിൻഡോ. ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ് ടൈമും സെറ്റ് ചെയ്യുന്നതിനാണ്. സെർച്ച് വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ആകാശത്തിലുള്ള വിവിധ നക്ഷത്രങ്ങളെയോ ഗ്രഹങ്ങളെയോ കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയാം. ലൊക്കേഷൻ വിൻഡോയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ കൂടി പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. F6 ആണ് ഷോർട്ട് കട്ട് കീ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഭൂപട നിർമ്മാണത്തിനും വിശകലനത്തിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ മാപ്പ് മേക്കിംഗ് ആൻഡ് അനലൈസിസ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് എ ജിയോജിബ്ര, ബി ക്വാണ്ടം GIS അഥവാ QGIS, സി ഇങ്ക്സ്കേപ്പ്, ഡി സിൻഫിക് സ്റ്റുഡിയോ. ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സിൻഫിക് സ്റ്റുഡിയോയും ഇങ്ക്സ്കേപ്പും അഥവാ അനിമേഷൻ ഗ്രാഫിക്സ്, ചിത്രം വരയ്ക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ക്സ്കേപ്പും സിൻഫിക് സ്റ്റുഡിയോ എന്നറിയാം. ജിയോജിബ്ര മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നറിയാം. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ക്വാണ്ടം GIS അഥവാ QGIS എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 3ാമത്തെ അപ്ഡേറ്റ് വന്നതിന് ശേഷം അവർ ക്വാണ്ടം GIS എന്ന പേര് മാറ്റി ഒഫീഷ്യലി QGIS മാത്രമായിട്ട് അറിയപ്പെടുന്നുണ്ട്. 4ാമത്തെ ചോദ്യം. ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ ഉയർച്ചയെ പ്രതിനിധീകരിക്കുന്ന 3D ഗ്രാഫിക്സ് രൂപം? ദ 3D ഗ്രാഫിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എലവേഷൻ ഡാറ്റ. QGISുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓപ്ഷൻസിലേക്ക് നമുക്ക് പോവാം. എ CSV, ബി DEM ഡിജിറ്റൽ എലവേഷൻ മോഡൽ, സി PDF, ഡി SVG. ഇതിൻ്റെ ഉത്തരം DEM ഡിജിറ്റൽ എലവേഷൻ മോഡൽ. നമ്മൾ വയനാടിൻ്റെ സ്ലോപ്പ് അടങ്ങുന്ന ഒരു മാപ്പ് തയ്യാറാക്കുന്ന വീഡിയോയിൽ DEMനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ക്വസ്റ്റ്യൻ 5. GIS സോഫ്റ്റ്വെയറുകളിൽ ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റുകളിൽ ഒന്ന്. എ ഫയൽ ഫോർമാറ്റ് യൂസ്ഡ് ഇൻ GIS സോഫ്റ്റ്വെയർ. ഓപ്ഷൻസ് .mp3, ഓപ്ഷൻ ബി .csv, ഓപ്ഷൻ സി .odp, ഓപ്ഷൻ ഡി .tnz. .mp3 എന്നുള്ളത് എല്ലാവർക്കും പരിചിതമാണ്, സൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളാണ്. .odp എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഫയലുകളാണ്. ഇതിൽ നമുക്ക് അധികം പരിചിതമില്ലാത്ത രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് .csvയും .tnzുമാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്ന് കടക്കാം. കുട്ടികൾ ഇതിനോടകം ഉത്തരം ഗസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗസ് അല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ബി ആണ്. .csv അഥവാ കോമ സെപ്പറേറ്റഡ് വാല്യൂ ആണ് വരുന്നത്. QGISന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെയുള്ളത് .tnz ആയിരുന്നു. അത് ഓപ്പൺ ടൂൺസിൻ്റെ ഫയൽ ഫോർമാറ്റാണ്. ഇനി നമുക്ക് ചാപ്റ്റർ 8 നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കേണ്ടത്. 6ാമത്തെ ചോദ്യം. നമ്മുടെ കണ്ണിൽ പതിയുന്ന ഒരു ദൃശ്യം അല്പനേരം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ്. ഫിനോമിനോൺ വേർ ആൻ ഇമേജ് സ്റ്റേസ് ഓൺ ദ റെറ്റിന ബ്രീഫ്ലി. ഫിസിക്സുമായി ബന്ധമുള്ള ICT ചോദ്യമാണ്. ഓപ്ഷൻസ് എ ഡിസ്പേർഷൻ, ബി റിഫ്ലക്ഷൻ, സി റിഫ്രാക്ഷൻ, ഡി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത. ഉത്തരം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത. നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ഏതൊരു ദൃശ്യവും 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിനാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ടൂൺസുമായി ബന്ധപ്പെട്ടാണ് നാം ഇത് ICTയിൽ പഠിക്കുന്നത്. 7ാമത്തെ ചോദ്യം. ആനിമേഷൻ സിനിമകൾക്ക് മുൻപ് ഓരോ സീനിലെയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖ. ഡോക്യുമെന്റ് prepared with the details of each scene before animation. Options A script, B storyboard, C timeline, D canvas. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. എന്നാൽ ആശങ്കയുണ്ടാക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്ന് കടക്കാം. സ്റ്റോറി ബോർഡാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡിലാണ് സീൻ ബൈ സീനായിട്ട് ഓരോ സീനിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. നമ്മളൊരു അനിമേഷൻ വീഡിയോ തയ്യാറാക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം സ്റ്റോറി ബോർഡ് തയ്യാറാക്കലാണ്. ഈ സ്റ്റോറി ബോർഡിനനുസരിച്ചാണ് പിന്നീട് നമ്മൾ ഓപ്പൺ ടൂൺസിലോ മറ്റ് അനിമേഷൻ സോഫ്റ്റ്വെയറുകളിലോ വീഡിയോസ് തയ്യാറാക്കുന്നത്. 8ാമത്തെ ചോദ്യം. ഒരു സെക്കൻഡിൽ പ്രദർശിപ്പിക്കുന്ന ഫ്രെയിമുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് ഫ്രെയിംസ് ഡിസ്പ്ലേഡ് ഇൻ 1 second. എ റെസൊല്യൂഷൻ, ബി ആസ്പെക്ട് റേഷ്യോ, സി ഫ്രെയിം റേറ്റ് അഥവാ FPS, ഡി പിക്സൽ ഡെൻസിറ്റി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫ്രെയിം റേറ്റ് അഥവാ FPS. FPSന് ഫ്രെയിം പെർ സെക്കൻഡ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. അതിനെ തന്നെ ഫ്രെയിം റേറ്റ് എന്നുകൂടി നമ്മൾ സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. 9ാമത്തെ ചോദ്യം. ആനിമേഷനിലെ ചലനദിശയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളായി നിശ്ചയിക്കുന്ന ഫ്രെയിമുകൾ. Important frames set at key positions in animation. Options A keyframes, B tweens, C layers, D vectors.
ആൻസർ എ, കീ ഫ്രെയിംസ്. നമ്മൾ ഒരു ചലനം ഒരു വസ്തുവിന് അനിമേഷനിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ആണ് രേഖപ്പെടുത്താറ്. ഇത്തരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും രേഖപ്പെടുത്തുന്ന ഫ്രെയിമുകൾക്ക് പറയുന്ന പേരാണ് കീ ഫ്രെയിം എന്നുള്ളത്. 10ാമത്തെ ചോദ്യം, ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയറിലെ പ്രൊജക്റ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഓഫ് ഓപ്പൺ ടൂൺസ് പ്രൊജക്റ്റ് ഫയൽസ്. ഓപ്ഷൻസ് .gif, ഓപ്ഷൻ ബി .mp4, ഓപ്ഷൻ സി .tnz, ഓപ്ഷൻ ഡി .png. നമ്മൾ കഴിഞ്ഞൊരു ചോദ്യത്തിൽ ഇതിൻ്റെ ഉത്തരം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി .tnz. 11ാമത്തെ ചോദ്യം 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. പരസ്പര ബന്ധമുള്ള വിവരങ്ങൾ ചിട്ടയോടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പട്ടികകളുടെ സഞ്ചയം. കളക്ഷൻ ഓഫ് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡഡ് ടേബിൾസ്. ഓപ്ഷൻസ് എ സ്പ്രെഡ്ഷീറ്റ്, ബി ഡാറ്റാബേസ്, സി ഡോക്യുമെന്റ്, ഡി പ്രസൻറ്റേഷൻ. നമ്മൾ DBMS സോഫ്റ്റ്വെയറായ SQLite പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാകും. ഉത്തരം ഓപ്ഷൻ ബി ഡാറ്റാബേസ്. 12ാമത്തെ ചോദ്യം, ഡാറ്റാബേസ് ടേബിളിലെ വരികളെ അഥവാ റോസ് എന്ത് വിളിക്കുന്നു? വാട്ട് ആർ ദ റോസ് ഇൻ എ ഡാറ്റാബേസ് ടേബിൾ കോൾഡ്? ഓപ്ഷൻസ് എ ഫീൽഡ്സ്, ബി റെക്കോർഡ്സ്, സി ഷീറ്റ്സ്, ഡി സെൽസ്. ചോദ്യം വളരെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതുണ്ട്. കാരണം റോസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ബി റെക്കോർഡ്സ്. 13ാമത്തെ ചോദ്യം, ഒരു ടേബിളിലെ ഓരോ റെക്കോർഡിനെയും മറ്റുള്ളവയിൽ നിന്ന് തിരിച്ചറിയുന്നതിനായി ചേർക്കുന്ന ഫീൽഡ് ആഡഡ് ടു യുണീക്ലി ഐഡൻറ്റിഫൈ എ റെക്കോർഡ്. നമ്മൾ റെക്കോർഡ് തയ്യാറാക്കി ടേബിളുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണുക. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ ഫോറിൻ കീ, ബി പ്രൈമറി കീ, സി സെക്കൻഡറി കീ, ഡി കോമൺ കീ. ആൻസർ ബി പ്രൈമറി കീ. നമ്മളൊരു ടേബിൾ തയ്യാറാക്കുന്ന സമയത്ത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കണ്ടു നോക്കുക. 14ാമത്തെ ചോദ്യം, DBMSകൾ കമ്പ്യൂട്ടറുമായി സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ. ലാംഗ്വേജ് യൂസ്ഡ് ബൈ DBMS ടു കമ്മ്യൂണിക്കേറ്റ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ HTML, ബി പൈത്തൺ, സി SQL, ഡി ജാവ. ഇതിൽ പൈത്തണും ജാവയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും HTML എന്ന് പറയുന്നത് വെബ് പേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജുമാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. ഓപ്ഷൻ സി SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQLൻ്റെ ഫുൾ ഫോം കൂടി പഠിച്ചു വയ്ക്കുക. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു സ്വതന്ത്ര DBMS സോഫ്റ്റ്വെയർ ഏത്? വിച്ച് ഈസ് എ ഫ്രീ DBMS സോഫ്റ്റ്വെയർ? ഓപ്ഷൻസ് എ ഒറാക്കിൾ, ബി MS SQL സെർവർ, സി SQLite, ഡി MS Access. തിയറി ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധയോടുകൂടി സാവകാശം വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ടാക്കുമെന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി
എസ്ക്യു ലൈറ്റ് ആണ്. എന്നാൽ ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് ബി ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ പകുതി മാത്രം വായിച്ച് ചിലപ്പോൾ ഉത്തരം നൽകുകയാണെങ്കിൽ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. തിയറി ചാപ്റ്ററാണ്. 16ാമത്തെ ചോദ്യം. മനുഷ്യർക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ എഴുതിയ പ്രോഗ്രാം രൂപം. പ്രോഗ്രാം ഫോം റീഡബിൾ ബൈ ഹ്യൂമൻസ്. ഓപ്ഷൻസ്: എ ഒബ്ജക്റ്റ് കോഡ്, ബി ബൈനറി കോഡ്, സി സോഴ്സ് കോഡ്, ഡി എക്സിക്യൂട്ടബിൾ. നമ്മൾ കോഡുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ 10ാമത്തെ ചാപ്റ്ററിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഒന്നുകൂടി വളരെ ശ്രദ്ധമായി ഒന്ന് നോക്കാം. ഒബ്ജക്റ്റ് കോഡ്, ബൈനറി കോഡ്, സോഴ്സ് കോഡ്, എക്സിക്യൂട്ടബിൾ. ഉത്തരം ഓപ്ഷൻ സി, സോഴ്സ് കോഡ്. കോഡുകളെ രണ്ടായിട്ടാണ് നമുക്ക് അവിടെ പ്രോഗ്രാം കോഡുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡുമാണ്. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കോഡുകളാണെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന കോഡുകളെയാണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം. ഉപയോക്താവിന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും പകർപ്പെടുക്കാനും മാറ്റം വരുത്താനും അവകാശം നൽകുന്ന ലൈസൻസ്. ലൈസൻസ് ഗിവിംഗ് റൈറ്റ്സ് ടു യൂസ്, കോപ്പി ആൻഡ് മോഡിഫൈ. ഓപ്ഷൻസ്: കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, കോപ്പി ലെഫ്റ്റ്, പകർപ്പുപേക്ഷ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇതിൽ ഏറ്റവും അധികം പരിചിതമായിട്ടുള്ള ചില ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പരസ്യങ്ങളിലും വസ്തുക്കൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പേറ്റൻറ്റ് എന്നുള്ള വാക്കും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് പരിചിതമല്ലാത്തൊരു വാക്ക് കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. കോപ്പി ലെഫ്റ്റ് അഥവാ പകർപ്പുപേക്ഷയാണ് ഉത്തരം വരുന്നത്. അതായത് കോപ്പിറൈറ്റ് നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വസ്തുവിൻ്റെ പകർപ്പെടുക്കുവാനും അത് മോഡിഫൈ ചെയ്യാനുമുള്ള അവകാശം മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് കോപ്പി ലെഫ്റ്റ് അഥവാ പകർപ്പുപേക്ഷ എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം. GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഷെൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഷെൽ ഇൻ GNU ലിനക്സ്? ഓപ്ഷൻസ്: ഡോസ്, ബാഷ്, പവർ ഷെൽ, CMD. ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ ബി, ബാഷ്. 19ാമത്തെ ചോദ്യം. GNU പ്രോജക്റ്റ് സ്ഥാപിച്ചത് ആര്? Who founded the GNU project? Option A, Linus Torvalds, B, Bill Gates, C, Richard Stallman, and D, Steve Jobs. വളരെ കൃത്യമായി തന്നെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഉത്തരമാണിത്. ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, റിച്ചാർഡ് സ്റ്റാൾമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആരംഭമാണ് ഇദ്ദേഹത്തിലൂടെ നടന്നിട്ടുള്ളത്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം വികാസം പ്രാപിച്ചത് ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്. ചോദ്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പരിശീലിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം. വളരെ കൃത്യമായി തന്നെ തിയറി പാഠങ്ങൾ, പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ ബോക്സ് രൂപത്തിൽ നൽകിയിട്ടുള്ളവ വായിച്ച് മനസ്സിലാക്കുവാൻ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് പരീക്ഷകൾ എഴുതുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.